സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് മുത്തശ്ശി രാധികയും കൂടി സംസാരിക്കുന്നതാണ്. മുത്തശ്ശി അങ്ങനെ രാധികയോട് പരമേശ്വരൻ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണത്തിനെയൊക്കെ കുറിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഈ സമയം പ്രമാണത്തെക്കുറിച്ച് മുത്തശ്ശി രാധികയോട് സംസാരിക്കുന്നത് അതുവഴി പാസ് ചെയ്തു പോയ കൽപ്പന ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം റൂമിലിരിക്കുന്ന പ്രിയങ്കയും ഇവരുടെ ഈ സംസാരം കേൾക്കുന്നുണ്ടാവും. അങ്ങനെ അവർ രണ്ടാളും മറഞ്ഞു നിന്ന് ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മുത്തശ്ശി രാധികയോട് പറയണേ, പരമേശ്വരൻ എഴുതി വെച്ച വിൽപത്രം പ്രകാരം ഈ കണിമംഗലത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ് ഈ കണിമംഗലത്ത് സകല സ്വത്തിൻ്റെയും അവകാശി, കണിമംഗലം കുടുംബത്തിൻ്റെ രാജകുമാരൻ. അത് കേൾക്കുന്നതും അന്തം വിട്ട് നിൽക്കുമായിരിക്കും കൽപ്പനയും പ്രിയങ്കയൊക്കെ. പിന്നീട് കാണിക്കുന്നത് വീൽ ചെയറിലിരിക്കുന്ന സൂര്യ കാലുകൾ അനക്കുന്നതാണ് കേട്ടോ. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ കൽപ്പന അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. എന്നിട്ട് വീൽ ചെയറിൽ നിന്നും സൂര്യയെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൽപ്പനയുടെ തോളിൽ പിടിച്ച് സൂര്യ പതിയെ പതിയെ നടക്കുകയും ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മിക്കവാറും ഇത് കൽപ്പനയുടെ സ്വപ്നമാകാനായിരിക്കും കേട്ടോ സാധ്യത. പ്രമാണത്തിൻ്റെ കാര്യം മുത്തശ്ശി പറഞ്ഞത് കേട്ട് കൽപ്പന കാണുന്ന സ്വപ്നമായിരിക്കാം ഇത്. പിന്നീട് കാണിക്കുന്നത് വരുണിനെ വളച്ച് വരുണിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിലൂടെ കണിമംഗലത്തിലെ സ്വത്തിൻ്റെ അവകാശിയാകാൻ വേണ്ടി സ്വപ്നം കാണുവാണ് പ്രിയങ്കയും. അതിനായിട്ട് വരുണിനെ സ്വന്തമാക്കാനായിട്ട് സാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി മുറിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ആദ്യ രാത്രിക്ക് ഒരുക്കുന്നത് പോലെ എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പ്രിയങ്ക. അങ്ങനെ സാരിയൊക്കെ അണിഞ്ഞ് പാൽ ഗ്ലാസ്സുമായിട്ട് റൂമിലിരിക്കുന്ന വരുണിൻ്റെ അരികിലേക്ക് പ്രിയങ്ക എത്തുമായിരിക്കും. ഈ സമയം ഇതെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുവാണ് വരുൺ. അങ്ങനെ പ്രിയങ്ക വരുണിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുക, എൻ്റെ ജീവിതത്തിൽ ഇനി സിനിമ എന്ന ആഗ്രഹമില്ല, വരുണിൻ്റെ ഭാര്യയാകുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇനി എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ പ്രിയങ്കയുടെ ഈ വട്ടൊക്കെ കേട്ടിട്ട് വരുൺ അങ്ങ് ദേഷ്യം വരുവാണ്. വരുൺ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക വരുണിൻ്റെ കൈ പിടിച്ച് കട്ടിലേക്ക് തള്ളിയിടുവാണ് കേട്ടോ. മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ പ്രിയങ്ക വരുണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്